പഞ്ചായത്തിന്റെ തലൈവർക്കുള്ളവരെ വരുന്ന ഞായറാഴ്ച തന്നെ കണ്ണ് നേത്ര ചികിത്സാ ക്യാമ്പ്. നമ്മുടെ ദളപതിയുടെ 50ാമത്തെ പിറന്നാളാണ്. അമ്പതാമത്തെ ബർത്ത്ഡേയും അത് ഗംഭീരമാക്കണം. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. നമ്മുടെ പാലക്കാട് ദളപതീസ് അവരുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് പാലക്കാടിലെ അവരുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഒരു പുതിയൊരു കാര്യം കേരളത്തിലാദ്യമായിട്ട് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം പാലക്കാട് ദളപതീസിന്റെ ഓക്കെ വാളയാർ പിംസ് ഹോസ്പിറ്റലുമായി ചേർന്നിട്ട് അവരുടെ മെമ്പേഴ്സിന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അതിന് എന്താ പറയാ ഏറ്റവും കൂടുതൽ എന്റെ കൂടെ നിന്ന ആൾക്കാരെ കാജ ഹുസൈൻ നമ്മുടെ ദളപതിയുടെ 50ാമത്തെ പിറന്നാളാണ്. അത് നമുക്ക് ഒരു എന്റർടൈൻമെന്റ് ആണ് അല്ലേ? അതല്ലാതെ നമ്മളുടെ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾക്ക് അതിനാണ് നമ്മളെ ടി വിക്കാനുള്ള ഒരു പാർട്ടി രൂപീകരിക്കാൻ കൊണ്ട് ഇവിടെ എല്ലാ ഫാൻസിന്റെ വീട്ടിൽ സംസാരിക്കുന്ന ഒരേ ഒരു കാര്യം, നിങ്ങൾ ഫാൻസ് നടക്കണം, നിങ്ങൾക്ക് എന്ത് കിട്ടും എന്നുള്ളത്. എല്ലാവർക്കും അത്രയുള്ള ഫാമിലിക്ക് മെഡിക്കൽ ക്യാമ്പ് എല്ലാവർക്കും അസുഖം മാറ്റാനുള്ള കാര്യമാണ് നമ്മൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
എന്താ പറയാനുള്ള പറഞ്ഞാൽ വലിയൊരു സന്തോഷമാണ്. മെയിനായിട്ട് പറഞ്ഞാൽ ദളപതിയുടെ 50ാമത്തെ ഒരു പിറന്നാളാണ്. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാലത്ത് വന്നിട്ട് പോക്കിരി റിലീസ് ചെയ്തു, അവിടെ ദേവിദുർഗയിലായിരുന്നു, അവിടെ ഹൗസ്ഫുള്ളായി. അതുപോലെ ഇപ്പോൾ അരോമ തിയേറ്ററിലും മറ്റേ തുപ്പാക്കി വേണ്ടി സെക്കൻഡ് ഷോ ചെയ്തു, അതും വളരെ ഗംഭീരമായിട്ട് ഹൗസ്ഫുള്ളായിട്ട് പോയി. ഇനി മറ്റേ നാളേക്കുള്ള ഒരു പരിപാടി പറഞ്ഞാൽ നമുക്കൊരു മറ്റേ വൃദ്ധസദനത്തിൽ മറ്റേ ഫുഡ് കൊടുക്കുക, അതുപോലെ മറ്റേ ബ്ലഡ് ഡൊണേഷൻ, അതുപോലെ പാവപ്പെട്ടവർക്ക് മറ്റേ ഒരു ധനസഹായം, അതായത് ആരോഗ്യമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള ധനസഹായങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഇത് വന്നിട്ട് തമിഴക വെട്രിക്കഴകത്തിന്റെ തലവർക്കുള്ള ഒരു വലിയൊരു അത്യാവശ്യമായി ഞങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ദളപതി വന്നിട്ട് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്ക് പോകുന്നുണ്ട്, അതിന് ഞങ്ങളൊരു മുന്നോടിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ. നാളെ ഇപ്പോൾ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ മാതിരി പരിപാടികൾ വരുന്ന ഞായറാഴ്ച തന്നെ കണ്ണ് നേത്ര ചികിത്സാ ക്യാമ്പ് ഓരോക്കോട് ആണ്ടിമടത്ത് ഒരു ഹാളിൽ വെച്ചിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ ബ്ലഡ് ഡൊണേഷൻ ബാക്കിയുള്ള കാര്യമെല്ലാം നേരത്തെ പറഞ്ഞതുമാതിരി 50ാമത്തെ ബർത്ത്ഡേയും അത് ഗംഭീരമാക്കണം എന്നുള്ളതോടുകൂടി വീണ്ടും ഹാപ്പി ബർത്ത്ഡേ ദളപതി. നമ്മൾ വന്നിട്ട് ഇതുവരെ വന്നിട്ട് മാസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്, അതിലും വലിയ മാസമായിട്ട് നമ്മൾ എന്തായാലും ചെയ്യും. അണ്ണം വന്നിട്ട് നമ്മളിപ്പോ നിങ്ങളെല്ലാരും വിചാരിക്കും, ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ കൂടി നിങ്ങളോട് ഉദാഹരണം ഞാൻ പറയണത്, അതുകൊണ്ട് 2 സിനിമയോടെ എല്ലാവരും അവസാനിപ്പിക്കുന്ന നിങ്ങൾക്കൊരു ധാരണയുണ്ട്. അതെ, എല്ലാവർക്കും സങ്കടമുണ്ട്. അങ്ങനെയല്ല, ദളപതി വന്നിട്ട് രാഷ്ട്രീയമായിട്ടുള്ളൊരു സജീവനം ഉണ്ടാവും, ഈ സിനിമയിലുള്ള ഒരു നിയന്ത്രണം ഉണ്ടാവും, എല്ലാം ഉണ്ടാക്കി 2000